കേരള കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ബൈരക്കുപ്പ പാലം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ സംഘം ഇന്ന് സ്ഥലം പരിശോധിക്കും. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അതോറിറ്റി, ബത്തേരി തഹസിൽദാർ, പഞ്ചായത്ത് പ്രതിനിധികൾ, വികസന സമിതി ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന സംഘം രാവിലെ 11-ന് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം സന്ദർശിച്ച് പരിശോധന നടത്തും. ജയരാജനുണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജയരാജൻ, വളരെ കാലമായിട്ട് വളരെ ഇടയ്ക്ക് മുടങ്ങിക്കിടന്നിരുന്ന ഒരു പദ്ധതി ഇതൊരു പുനർജീവനം വരികയാണോ എന്നുള്ള ചോദ്യമുണ്ട്. DKയും PK ബഷീറും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത്ര വേഗത്തിൽ തന്നെ ഇതിന്റെ ഘട്ടം ഘട്ടമായ നടപടികൾ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഹരി, നമുക്കറിയാം ഈ ഒരു ബൈരക്കുപ്പ പാലവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഒരു ആഗ്രഹമാണ് ഒരു പാലം എന്നുള്ളത്. കാരണം നിരവധി ഗുണങ്ങളാണ് ആ ഒരു പാലം വരുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നത്. നമുക്കറിയാം 1994 ഈ ഒരു പാലവുമായി ബന്ധപ്പെട്ട് തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയും ചേർന്ന് അവിടെ ഒരു തറക്കല്ലിടുകയും ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ 32 വർഷമായിട്ടും പിന്നീട് അതിന് ഒരു പുരോഗതി കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഈ കർണാടക മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഒരു പച്ചക്കൊടി കണ്ടത്. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതിന് ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും അന്നും റെഡിയായിരുന്നു. പക്ഷെ കർണാടകയുടെ ഭാഗത്തു നിന്നാണ് തടസ്സങ്ങൾ വന്നത്. ഇപ്പോഴും അപ്രോച്ച് റോഡുകളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മുന്നിട്ട് പോകുന്നത്. ഇന്നിപ്പോ 11 മണിയോടെ തന്നെ ഈ സ്ഥലം സന്ദർശിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ആണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. കാരണം PWDയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് അവിടെ പോയി ഈ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കുന്നത്. പക്ഷെ അത് കർണാടകയുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം സപ്പോർട്ടുകൾ വരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് അത് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഇന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ 11-12 മണിക്കുള്ളിൽ തന്നെ ഈ ഉദ്യോഗസ്ഥ സംഘങ്ങൾ അവിടെ എത്തി ഇതിന്റെ കാര്യങ്ങൾ വിലയിരുത്തും. പക്ഷേ നമുക്ക് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം വരണമെങ്കിൽ കർണാടകയുടെ ഭാഗത്തു നിന്നും കൂടി ആളുകൾ വന്ന് ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. എന്തായാലും ഈ ഒരു പാലം വരും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഗ്രാമവാസികളും അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ തന്നെ വലിയ ഒരു പ്രതീക്ഷയിലാണ്. കാരണം ഈ ഒരു പാലം വരുന്നതുകൊണ്ട് തന്നെ വയനാട് അതുപോലെ തന്നെ കണ്ണൂർ അതുപോലെ കോഴിക്കോട് ജില്ലകളിലുള്ള ആളുകൾക്കൊക്കെ ഒരു 40 കിലോമീറ്റർ ലാഭമാണ് ആ ഒരു റോഡ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇവിടെ NH 766 അല്ലെങ്കിൽ രാത്രിയാത്രാ നിരോധനമൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ ബാംഗ്ലൂർ, മൈസൂരൊക്കെ എത്താൻ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ ഒരു പാലം വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. പക്ഷെ അത് എത്രത്തോളം എന്നുള്ളത് നമുക്കിനി കണ്ടറിയണം. കാരണം ഇത്തരത്തില് ഒരു സംഭവം പറയാൻ കാരണം നമ്മൾ എത്രയോ കാലമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ 10-32 കൊല്ലമായിട്ടും ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തമാണ്, ഇപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. എന്നാലും വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് സംഭവിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു പദ്ധതിയാണ് വീണ്ടും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.